CPM നേതാക്കന്മാരുടെ പങ്കില്ലാതെ കൊലപാതകം നടക്കുമെന്ന് കരുതുന്നില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കൊലപാതകമാണ് ഇത്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമെല്ലാം തുടർച്ചയായി താക്കീത് നൽകിയിട്ടും ഇപ്പോഴും മാർക്സിസ്റ്റുകാർ നന്നാകുന്നതിനുള്ള ലക്ഷണം കാണുന്നില്ല. ഇത്തരം കൊലപാതകങ്ങൾ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെ അറിവില്ലാതെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൊലപാതകം CPMന്റെ തലയിൽ കെട്ടിവെക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കൊലപാതകത്തെ ആഘോഷമാക്കുന്ന യൂത്ത് കോൺഗ്രസ് ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. കൊലപാതകങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള മട്ടിൽ CPMന്റെ മേൽ അനാവശ്യമായിട്ട് പഴിചാരി കേരളമാകെ ഇന്നലെ രാത്രി വരെ പറഞ്ഞിരുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഹർത്താൽ എന്നാണ്. നമ്മുടെ സംസ്ഥാനമാകെ ഹർത്താൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അനാവശ്യമായ ഒരു സംഗതിയായിപ്പോയി. നിശ്ചയമായിട്ടും കൊലപാതകത്തെ CPM എല്ലാ പാർട്ടികളും അപലപിക്കുന്നുണ്ട്. പക്ഷേ അത് CPMന്റെ മേൽ എന്തിനു കെട്ടിവെച്ചു എന്നുള്ളത് എത്ര തന്നെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സംഭവം നടന്നാലും CPMനെ പ്രതിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്.